2020 അവസാനം തന്നെ ചില അന്യായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് ഈ ആക്രമിക്കപ്പെട്ട നടി വ്യക്തമാക്കുന്നത്. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു. അതായത് കുറ്റാരോപിതരിൽ ഒരാളുടെ നേരെ അന്വേഷണം നടക്കുന്ന സമയത്ത് മാത്രം ഇതിൽ ചില അന്വേഷണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു എന്നാണ് അതിജീവിത പറഞ്ഞിരിക്കുന്നത്. ഈ കുറച്ചു കാലങ്ങളായി കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഒക്കെ തന്നെ സമീപിച്ചിരുന്നു. ഈ ജഡ്ജിൽ നിന്നും കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും പക്ഷെ നിഷേധിച്ചു. അത് നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതം നൽകിയിട്ടുള്ള ഹർജി തള്ളുകയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ പറയുന്നത് എന്നതിന്റെ ചില പോയിന്റുകൾ കൂടി അതിജീവിതയുടെ ഈ പോസ്റ്റിലുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ താൻ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്നാണ്. ആ തിരിച്ചറിവ് നൽകിയതിന് നന്ദിയെന്നും അവരുടെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതായത് ഈ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് അപ്പീലുമായിട്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ അതുകൂടിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ ഈ യാത്രയിൽ കൂടെ നിന്ന് എല്ലാ മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നുവെന്നും അതിജീവിത ഇതിൽ പറയുന്നു. മാത്രമല്ല, തനിക്കെതിരെ പല രീതിയിലുള്ള അധിക്ഷേപകരമായ കമന്റുകളും പല നുണക്കഥകളും ഉണ്ടായിരുന്നു. അത് ഇവരുടെ പോസ്റ്റിൽ ആദ്യം തന്നെ വ്യക്തമാക്കുന്നത് ഈ ഒന്നാം പ്രതി തന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ആണ്. പക്ഷേ അത് അങ്ങനെയല്ല. എങ്കിലും അധിക്ഷേപകരമായ കമന്റുകളൊക്കെ നടത്തി ആക്രമിക്കുന്നവരോട് അത് നിങ്ങൾ തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. അതായത് പണം വാങ്ങി പണം ഇറക്കി അത്തരത്തിൽ നടിയെ ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ അധിക്ഷേപിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി. നടിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് എന്നും അവർ ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ട്രയൽ നടക്കുന്ന സമയത്ത്, കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് ഈ കോടതിയിൽ വിശ്വാസം ഇല്ലാതാകാനായിട്ട് ചില കാരണങ്ങളുണ്ട്. അത് നടി സൂചിപ്പിക്കുകയാണ്. ഈ കേസിൽ തന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൽ ആദ്യമായിട്ട് എടുത്തു പറയുന്നത്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ് അത്. ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിനെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എതിരെ തന്നെ കോടതിയുടെ പരാമർശം ഉണ്ടായിരുന്നു. അത് മറച്ചുവെച്ചു എന്നുള്ളതൊക്കെ ഉണ്ട്. ഈ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത്. അത് 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. അതാണ് ഒന്നാമതായിട്ട് നടി എടുത്തു പറയുന്നത്. ആ സംഭവമാണ് തന്റെ വിശ്വാസ്യത ഇല്ലാതാക്കിയ ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. ഇരുവരും തന്നോട് വ്യക്തിപരമായി കാര്യങ്ങൾ പറഞ്ഞു. ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർ തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നും അന്ന് രാജിവെച്ച് പോകുമ്പോൾ പറഞ്ഞത് എന്നും അതിജീവിത വ്യക്തമാക്കുന്നു. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. അവർ അതുമായി മേൽക്കോടതികളെ സമീപിച്ചതാണ്. അത് സമീപിച്ചുവെങ്കിലും പിന്നീട് ആവശ്യപ്പെട്ടിട്ടും അത് നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് അത് നൽകപ്പെട്ടത് എന്നും അതിജീവിത വ്യക്തമാക്കുന്നു. താൻ ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്ന് പരിഗണിക്കണം എന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. അതെന്തിനാണ് എന്നും അതിജീവിത ചോദിക്കുന്നു. അതായത് അതേ ജഡ്ജി തന്നെ വന്നതുകൊണ്ട് ഈ പ്രതിഭാഗത്തിന് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് അതിജീവിത ഉയർത്തുന്നത്. തന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതാണ് ആ ഒരു സംഭവം എന്നും പറയുന്നു. ഒപ്പം തന്നെ തന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനും കത്തുകൾ അയക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് താൻ വന്നു എന്നും അത്രയധികം ഈ
കേസിന്റെ വിചാരണ നടപടികളെ സംബന്ധിച്ച് മാത്രം അത്രയും അധികം മുകളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ തനിക്ക് ഉണ്ടായി എന്നാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഈ കേസ് നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷ തീർത്തും നിഷേധിക്കുകയാണ് ചെയ്തത് എന്നും അതിജീവിത വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും കാരണങ്ങളാണ്, ഈ പോയിന്റ് ഇട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ കേസിൽ തനിക്ക് വിശ്വാസമില്ലാതെ ആയത്. അവർ അതിന് ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. 2022 കൂടിയൊക്കെയാണ് തനിക്കിതിൽ വിശ്വാസമില്ലാതായി തീർന്നത് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിൽ 2020 കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അന്യായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടതെന്നും അതിജീവിത പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ വിധി പകർപ്പ് പുറത്തു വന്നിരുന്നു. അതിൽ തന്നെ പ്രോസിക്യൂഷന് പല കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ, അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മറ്റൊരു വശമാണ് ഇപ്പോൾ ഈ അതിജീവിത തന്റെ പോസ്റ്റിലൂടെ, സമൂഹ മാധ്യമത്തിൽ ഇട്ടിട്ടുള്ള തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അശ്വതി, ഈ വിധി വന്നതിന് ശേഷമാണ് അതിജീവിതയുടെ ഒരു തുറന്നു പറച്ചിൽ എന്നതാണ്. ഈ മെമ്മറി കാർഡിൽ സമഗ്ര അന്വേഷണം നടന്നില്ല എന്ന് അതിജീവിത ഈ പോസ്റ്റിൽ വിമർശിക്കുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചില്ലെന്ന വിമർശനം അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2020 ശേഷം ശരിയായ രീതിയിൽ അന്വേഷണം നടന്നില്ല എന്നതാണോ അനുമാനിക്കേണ്ടത്? ഇതിൽ അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നത്, ഇതിൽ കുറ്റാരോപിതനായ ഒരാൾക്ക്, അതൊരു പക്ഷെ ദിലീപ് 8ാം പ്രതിയായിട്ടുള്ള ദിലീപിലേക്ക് അന്വേഷണം നീങ്ങുന്ന സാഹചര്യത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഇതിൽ മറ്റ് ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു. ആ സമയത്ത് ദിലീപിലേക്ക് ഈ അന്വേഷണം എത്തുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. അതാണ് അവർ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കേസിന്റെ വിധി പ്രഖ്യാപിച്ച വിധി പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ ഈ ലിങ്കാണ് 1ാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള ലിങ്ക്, അത് ഏത് ഗൂഢാലോചനയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഗൂഢാലോചന സംബന്ധിച്ച ലിങ്ക് കണ്ടെത്താനായിട്ട് പ്രോസിക്യൂഷന് അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് സാധിച്ചിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു ലിങ്ക് കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് 8ാം പ്രതി അടക്കമുള്ള ആളുകളെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യവും കൂടി വന്നത്. അതിൽ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമുണ്ട്. ഈ പണം നൽകുക, അതിന്റെ അഡ്വാൻസ് തുക നൽകുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാനോ വിശദാംശങ്ങൾ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്ന് ഈ വിധിന്യായത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നു. ആ ഒരു സംശയത്തിന്റെ ആനുകൂല്യം കൂടി ഈ 8ാം പ്രതിക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സമഗ്രമായ അന്വേഷണം ആ കാര്യങ്ങളിലൊന്നും ഉണ്ടാകാത്തത്? മാത്രമല്ല, ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത്, ഇതിൽ ഒന്ന്, ഈ ഗൂഢാലോചന ആരോപണം തെളിയിക്കണമെങ്കിൽ ഈ ലിങ്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അതില് തെളിവുകൾ വേണം. ആ തെളിവുകൾ ശേഖരിക്കുന്നതിലും അത് കണ്ടെത്തുന്നതിലും ഒക്കെ വീഴ്ച പറ്റി എന്നതാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. അത് തന്നെയാണ് നടി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ കേസിലെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ 3 തവണ പരിശോധിക്കപ്പെട്ടു. പക്ഷെ അതിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് 2020 തന്നെ ഫോറൻസിക് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരുന്നു. പക്ഷേ 2022 അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് പറയുന്നത് എന്നതാണ്. അപ്പോൾ ഈ ഇത്രയും കാലയളവിൽ, നീണ്ട കാലയളവിൽ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്ന് ഈ വിധിന്യായത്തിൽ തന്നെ കോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ അതിജീവിതയും പറയുന്നത്. ആ കാര്യത്തിൽ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് കൃത്യമായി നടന്നില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് ശേഖരണവും അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡും. ഇതൊക്കെയാണ് അവർ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളൊന്നും കൃത്യമായി അന്വേഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് തനിക്ക് ഈ അന്വേഷണത്തിൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്തത് എന്ന് പറയുന്ന ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ജഡ്ജിന്റെ കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത്, ഈ ജഡ്ജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അതിജീവിത കോടതിയെ സമീപിക്കുമ്പോൾ അതിൽ പ്രതിഭാഗം അങ്ങനെ വേണ്ട എന്ന് കക്ഷി ചേരേണ്ട ഒരു ആവശ്യം സത്യത്തിൽ ഇല്ല. അത് ജഡ്ജിനെ മാറ്റണമെന്ന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഈ അതേ ജഡ്ജ് തന്നെ വേണമെന്ന് എന്തുകൊണ്ടാണ് പ്രതിഭാഗത്തിന് വാശി? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. അങ്ങനെയാണ് ഈ ജഡ്ജിന് ായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിജീവിതയുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇത് കേസ്
സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും കൂട്ടബലാത്സംഗവും അടക്കമുള്ള വകുപ്പുകളായതുകൊണ്ടാണ് ഇത് ക്ലോസ് ടു കോർട്ടിൽ വന്നിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, ക്ലോസ് ടു കോർട്ടിൽ ഒരു ട്രയൽ നടക്കുമ്പോൾ, വിചാരണ നടക്കുമ്പോൾ നമ്മൾക്ക് മാധ്യമങ്ങൾക്കോ മറ്റു ആളുകൾക്കൊന്നും തന്നെ അങ്ങോട്ട് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ അതിന് വിശദാംശങ്ങൾ അപ്പോൾ അറിയാനോ ഒരു സ്ക്രൂട്ടിനി ഉണ്ടാകാനോ ഒന്നുമുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ പാടില്ല, ഓപ്പൺ കോർട്ടിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യം ഉണ്ടായിട്ട് പോലും അത് അനുവദിച്ചു കൊടുത്തില്ല എന്നും അതിജീവിത പറയുന്നു. ഇതൊക്കെ തന്നെ സെപ്പറേറ്റ് ഹർജികളാണ് പോയിട്ടുള്ളത്. പക്ഷേ അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്ന കാര്യവും അതിജീവിത എടുത്തു പറയുകയാണ് ഈ പോസ്റ്റിലൂടെ. അങ്ങനെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അതിജീവിത ഈ കാര്യങ്ങൾ പറയുന്നത്. അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നിയമം, നീതി എല്ലാവർക്കും തുല്യമല്ല എന്ന് അവർ സമർത്ഥിക്കുന്നത്. അശ്വതി, അത് തന്നെയാണ്. ഈ 1700 പേജുള്ള വിധിപ്പകർപ്പ് പുറത്തു വന്നപ്പോൾ അതിലും പല കാര്യങ്ങളില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അതിജീവിതയുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. എന്തായാലും സർക്കാർ വിധി പഠിച്ച് അപ്പീൽ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വിധി വന്നപ്പോൾ കുടുംബവും അത് തന്നെയാണ് പറയുന്നത്, നിയമ പോരാട്ടം തുടരുമെന്നത്. തീർച്ചയായും ഇതിൽ അശ്വതി കേൾക്കാമോ? കേൾക്കാം. ഇതിൽ കുടുംബവും ഇതിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് പ്രോസിക്യൂഷൻ അപ്പീലുമായി പോകുന്ന കാര്യത്തിൽ ഇന്ന് കൊച്ചിയിൽ നിന്നും മന്ത്രി പി രാജീവും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതിൽ അപ്പീലുമായിട്ട് പോകുമ്പോഴും ഈ അന്വേഷണത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ കേസ് നോക്കുമ്പോഴൊക്കെ തന്നെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ മെമ്മറി കാർഡിന്റെ മാസ്റ്റർ കോപ്പി പോലും കണ്ടെത്താനായിട്ടോ അത് ഉപയോഗിച്ച ഫോൺ കണ്ടെത്താനായിട്ടോ സാധിച്ചിട്ടില്ല. ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് അത് കോടതിയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സമയത്താണ്, കോടതിയുടെ കസ്റ്റഡിയിലുള്ളപ്പോഴാണ് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്. പക്ഷെ അത് 3 തവണ മാറുകയും അതൊരു വിവോ ഫോണിൽ ഇട്ടു എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല. അത്തരം ഒരു അപൂർണമാണ് ഈ കേസിന്റെ അന്വേഷണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ അഡ്വാൻസ്, ഈ കൊട്ടേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്, ബലാത്സംഗത്തിന് കൊട്ടേഷൻ. അതുമായി ബന്ധപ്പെട്ട് പൾസർ സുനി അടക്കമുള്ളവർക്ക് പണം നൽകിയെന്ന് പൾസർ സുനി വ്യക്തമാക്കുന്നു. പക്ഷേ 30,000 രൂപ നാദിർഷ നൽകിയെന്ന് പറയുന്നു. ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം ഭാഗികമാണ് എന്നാണ് നമുക്ക് ഈ വിധിന്യായം വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഒരു പക്ഷേ ഒരു തുടരന്വേഷണമോ അല്ലെങ്കിൽ കുറെ കൂടി വിപുലമായ അന്വേഷണമോ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നതെങ്കിൽ അവിടെയും തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇതിൽ വ്യക്തമാകുന്നത്. മാത്രമല്ല 2 പ്രോസിക്യൂട്ടർമാർ ഇതിൽ നിന്ന് രാജിവെച്ച് ഈ കേസിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നു. അക്കാര്യം കൂടി അതിജീവിത എടുത്തു പറയുന്നുണ്ട്. അവർ അന്ന് തന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് തന്നെയാണ് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ അതിജീവിതയുടെ ആശങ്കകൾ കൂടിയാണ് ഈ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് അശ്വതി, അതായത് കോടതിയുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ ആദ്യ പ്രതികരണം വന്നത് എന്നതാണ്. തീർച്ചയായിട്ടും ഇതിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അവർ പറയുന്നത്. കോടതിയുടെ ഈ ജഡ്ജിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി അതിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. കോടതിയുടെ വിശ്വാസ്യതയെ തകർക്കുന്ന രീതിയിൽ മാധ്യമങ്ങളും മറ്റു ആളുകളും ഒരു സ്റ്റെപ്പ് എടുക്കരുത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എടുക്കരുത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ വിധിന്യായം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തുകയെന്നും കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് അത്തരത്തിലുള്ള അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അതിജീവിത പറയുന്നത് ഈ ജഡ്ജിനെ നേരിട്ടല്ല, പക്ഷെ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നൽകിയ ഹർജിയിൽ അവരെ മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭാഗം അതിൽ കക്ഷി ചേരുന്നു. എതിർ കക്ഷിയായിട്ട് പ്രതിഭാഗം വരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് പ്രതിഭാഗത്തിന് എന്തുകൊണ്ടാണ് ഇതേ ജഡ്ജി തന്നെ വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി അവർ മേൽക്കോടതികളിൽ കേസ് നടത്തേണ്ട കാര്യം എന്താണ് എന്നാണ് അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ അവരുടെ ആശങ്കകൾ, അവരുടെ സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മറുപടി നൽകേണ്ടത് അല്ലെങ്കിൽ ഇത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം അങ്ങേയറ്റം
ക്രൂരമായിട്ടുള്ള ഒരു രാത്രിയാണ് അന്ന് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം കടന്നു പോയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അവർ ഒരുപാട് അനുഭവിക്കേണ്ടും തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം അവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അതിനെയൊക്കെ അവർ എടുത്തു കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി വേണം. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾ. ഈ സംശയങ്ങൾ മുൻനിർത്തി അവർക്ക് കൃത്യമായിട്ടുള്ള നീതി ലഭ്യമായിട്ടില്ല എന്നാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസമാണ് ഇപ്പോൾ പോസ്റ്റായിട്ട് ഒരു പ്രതികരണമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ചോദ്യങ്ങൾ നിരവധിയാണ്. നമുക്കറിയാം, ഈ വിധി പ്രസ്താവിച്ചപ്പോൾ 8ാം പ്രതിയായ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതിയുടെ കണ്ടെത്തൽ വരുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന കണ്ടെത്തൽ വരുന്നു. അങ്ങനെയെങ്കിൽ ഈ കേസിൽ ഗൂഢാലോചന ഇല്ലയോ? അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ തന്നെ അതിന് പിന്നിൽ ആര്? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഉയർന്നു വന്നതാണ്. അശ്വതി, ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന് കോടതി പോലും പറയുന്നില്ല. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എതിരെ ചുമത്തിയിരിക്കുന്ന 120B എന്ന വകുപ്പ് അത് നിലനിൽക്കുന്നതാണ് എന്ന് കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കൂട്ടബലാത്സംഗത്തിനാണ് 20 വർഷം തടവ് കൊടുത്തിരിക്കുന്നത്. കൂട്ടബലാത്സംഗത്തിനാണ്. അതുപോലെ തന്നെ 120B നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ 20 വർഷം തന്നെ, അതായത് എന്താണോ ക്രൈം, അതേ ക്രൈമിന് കൊടുക്കുന്ന ശിക്ഷ തന്നെയാണ് അതിന്റെ ഗൂഢാലോചനയ്ക്ക് നൽകുന്നത്. അതായത് 120Bക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഈ കൂട്ടബലാത്സംഗത്തിന് നൽകിയിരിക്കുന്ന അതേ ശിക്ഷയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 20 40 വർഷം കഠിന തടവാണ് ആ 2 വകുപ്പുകളിൽ മാത്രമായിട്ട് നൽകിയിരിക്കുന്നത്. പക്ഷെ അത് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നതുകൊണ്ടാണ് അത് 20 വർഷത്തേക്ക് ആയിരിക്കുന്നത്. അതിൽ നിന്ന് ഇവർ വിചാരണ തടവുകാരായിട്ട് കഴിഞ്ഞ കാലയളവൊക്കെ കുറയ്ക്കും. അപ്പൊ 120B നിലനിൽക്കില്ല എന്ന് കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല. 120B നിലനിൽക്കും. അത് മാത്രമല്ല, അത് എല്ലാവർക്കും നിലനിൽക്കും എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ ഗൂഢാലോചന നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കോടതിക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ആ മോട്ടീവ് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിലെ പ്രശ്നം. അതിൽ ദിലീപിനെതിരെ പൾസർ സുനി മൊഴി കൊടുത്തത് കൊണ്ട് മാത്രം ആ മോട്ടീവ് ദിലീപിന്റെ പ്രശ്നങ്ങളാണ്, ദിലീപാണ് അതിന്റെ പിന്നിൽ എന്ന് പറയാൻ സാധിക്കില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് പ്രോസിക്യൂഷൻ ഈ പ്രതികളെ 8, 9, 15 പ്രതികളെ ഒക്കെ തന്നെ വെറുതെ വിടുന്നത്. പക്ഷേ അത് ആ സമഗ്രമായ അന്വേഷണം ആ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് അതിജീവിത ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അശ്വതി, നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ വിധി വന്നപ്പോൾ തന്നെ ഈ പ്രതികൾക്ക് കിട്ടിയ ശിക്ഷ പോലും മതിയാകുന്ന തരത്തിലല്ല എന്നതാണ്. അതായത് ആദ്യത്തെ പ്രതി പൾസർ സുനിയാണ്. പൾസർ സുനിക്ക് ഇനി 13 വർഷം കൂടി മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി. ഈ 20 വർഷം കഠിന തടവ് കുറഞ്ഞു പോയി എന്നത് തന്നെയാണ് നമുക്കറിയാം. ആ വിധി വന്നപ്പോൾ തന്നെ അത് പറയുന്നുമുണ്ട്, എടുത്തു പറയുന്ന കാര്യമാണ്. ഒരു പൊതുവെയുള്ള അഭിപ്രായവും അത് തന്നെയായിരുന്നു. തീർച്ചയായും ഇതിൽ അതിജീവിതയുടെ പോസ്റ്റിൽ അവർ വ്യക്തമാക്കുന്നത് പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഈ ഒരു സംഭവം തന്നെ, ഈ നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ സംഭവം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു വാദം പരക്കെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതായത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നതിന് തെളിവായിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചത്. പക്ഷേ ഇതിന് ബാക്കിയുള്ളത്, ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന വ്യക്തമായിട്ട് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഈ കൂട്ടബലാത്സംഗമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ്. അന്ന് ഏറ്റവും ഒടുവിൽ വന്ന, അതായത് ശിക്ഷ വിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് കോടതിയിൽ നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നടന്ന വാദങ്ങളാണ് അത്. അതിൽ തന്നെ ഈ കൂട്ടബലാത്സംഗം എല്ലാ പ്രതികൾക്കും, ആ വകുപ്പ് എല്ലാ പ്രതികൾക്കും മേൽ ചുമത്തണമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് മണിക്കൂറുകളോളം കോടതി പരിശോധിച്ചത്. പക്ഷെ അതിനുശേഷം കോടതിയുടെ വിധിയിൽ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാ പ്രതികൾക്കും അതുണ്ട്. ആ വകുപ്പ് എല്ലാ പ്രതികൾക്കും എതിരെ നിലനിൽക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 120B അടക്കം, അതായത് ഗൂഢാലോചന കുറ്റവും നിലനിൽക്കും എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 20 വർഷം എന്ന് പറയുന്നത് കൂട്ടബലാത്സംഗത്തെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞതാണ്. 20 വർഷം മുതൽ ജീവപര്യന്തം വരെ എന്നതാണ്
ഈ കൂട്ടബലാത്സംഗം അത് ജീവപര്യന്തം മാത്രമല്ല മറ്റു വലിയ കേസുകളിലൊക്കെയാണ് ഈ വധശിക്ഷ വരെ കിട്ടാവുന്നതാണ്. അപ്പൊ ഈ 20 വർഷം മുതൽ കൂട്ടബലാത്സംഗം 20 വർഷം മുതൽ ലൈഫ് ടൈം ഇംപ്രസ്മെന്റ് അതാണ് ഈ വകുപ്പിന് കിട്ടാവുന്ന ശിക്ഷ. പക്ഷെ അതിൽ ഏറ്റവും കുറവ് ശിക്ഷ നൽകി എന്നതും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നടി ചൂണ്ടിക്കാണിക്കുന്നത് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചുവല്ലോ. അപ്പൊ ആ ശിക്ഷ ലഭിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ എന്ന് തന്നെയാണ് ഇവർ ആദ്യമായി ചോദിക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ. അശ്വതി.